റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. മോട്ടോർ വാഹന വകുപ്പിലെ സേവനം അവസാനിപ്പിച്ച സീഡിറ്റ് കുടിശ്ശിക വരുത്തിയെന്ന് കാണിച്ചാണ് സീഡിറ്റിന്റെ നടപടി. MVDയിലെ 200 കരാർ ജീവനക്കാരെയും സീഡിറ്റ് പിരിച്ചുവിട്ടു. സാങ്കേതികേതര സേവനങ്ങളായിരുന്നു സീഡിറ്റ് നൽകിയിരുന്നത്. സീഡിറ്റ് ഉത്തരവിന്റെ പകർപ്പുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, എങ്ങനെയാണ് ഈ സീഡിറ്റിന്റെ നിലപാടും നടപടിയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കാൻ പോകുന്നത്? അരുൺകുമാർ, സംസ്ഥാന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് സീഡിറ്റ് സർവീസ് പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അവസാനിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സീഡിറ്റ് ഡയറക്ടർ കത്ത് നൽകിയത്. ഏതാണ്ട് കഴിഞ്ഞ നവംബർ മുതൽ ഇങ്ങോട്ടേക്ക് സീഡിറ്റിന് ട്രാൻസ്പോർട്ട് വകുപ്പ് പണം നൽകാനുണ്ട്, സേവനത്തിന് പണം നൽകാനുണ്ട്. ആ പണം നൽകാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഈ സേവനം റദ്ദ് ചെയ്യുന്നു എന്ന തീരുമാനം അറിയിച്ചത്. ഏതായാലും ഓരോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകളിലും ഏറ്റവും ചുരുങ്ങിയത് 2 ജീവനക്കാർ സീഡിറ്റിൻ്റെ പ്രൊജക്ട് ജീവനക്കാരാണ്. ഇവരാണ് അവിടെയുള്ള പ്രാഥമിക കാര്യങ്ങൾ മുതൽ അവിടെ സാങ്കേതിക സഹായമായാലും എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതും ആ കാര്യങ്ങൾ ചെയ്യുന്നതും ആ ചുമതല സീഡിറ്റിനാണ്. സ്വാഭാവികമായും ഈ ജീവനക്കാരെ പിൻവലിക്കുന്നതോടെ ആ ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അത് പതുക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും. നിലവിൽ അതിനൊരു പകരം സംവിധാനം കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വളരെ പെട്ടെന്നായിരുന്നു ഇത്തരമൊരു തീരുമാനം സീഡിറ്റ് എടുത്തത്. 200ഓളം ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തു. ആ ജീവനക്കാർക്കൊരു തൊഴിൽ സുരക്ഷിതത്വമില്ല. അവർ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ശനിയാഴ്ച തന്നെ സീഡിറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. 2010 മുതലാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുഴുവൻ സേവനവും അതിൻ്റെ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കരാർ ഈ സീഡിറ്റ് ഏറ്റെടുത്തത്. 2010 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായി സേവനം നൽകുന്നു, അതിന് പണം കൈമാറുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി നമുക്കറിയാം സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നൽകുന്ന പണം ചെറിയൊരു കാലതാമസമുണ്ട്. നവംബർ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഓരോ 3 മാസത്തെ ബില്ലാണ് സീഡിറ്റ് സമർപ്പിക്കാറുള്ളത്. ഈ തവണ ബില്ല് സമർപ്പിക്കുന്നതും വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പണം അനുവദിക്കുന്നതിലും കുറച്ച് കാലതാമസം പ്രതീക്ഷിക്കാം. ഏതാണ്ട് 2 ബില്ല് പെൻഡിങ്, ഒരു ബില്ല് ഏതാണ്ട് 1.75 കോടി രൂപയാണ്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. സീഡിറ്റ് ഇപ്പോൾ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സേവനങ്ങൾ അവസാനിപ്പിക്കുകയാണ്. കുടിശ്ശിക വരുത്തി എന്ന് കാണിച്ചാണ് സീഡിറ്റിൻ്റെ ഈ നടപടി. MVDയിലെ 200 കരാർ ജീവനക്കാരെയും സീഡിറ്റ് ഇപ്പോൾ അവിടെ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു. സാങ്കേതികേതര സേവനങ്ങളാണ് സീഡിറ്റ് മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിരുന്നത്. ഇനി ഈ മോട്ടോർ വാഹന വകുപ്പിന് ഈ സേവനങ്ങൾ തുടർന്ന് ലഭ്യമാവില്ല. സീഡിറ്റിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പുകളാണ് റിപ്പോർട്ടർ TV ഇപ്പോൾ പുറത്തുവിട്ടത്. റോഷിപാലാണ് നമുക്കൊപ്പം ചേർന്നത്.